പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിവിൻ പോളി അഭിനയിച്ച് ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റത്തവണ കണ്ടിരിക്കാവുന്ന, എന്നാൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് പറയാം. ഒരു നട്ടലുള്ള തിരക്കഥാകൃത്തും പണി അറിയാവുന്ന ഒരു സംവിധായകനും കൂടി ചേർന്ന് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കുമോ അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് പോകാം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ അനുഭാവിയും ആ പാർട്ടിയുടെ നേതാക്കളുടെ ഒരു അന്ധഭക്തനുമായ നായകൻ. അയാൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല. അയാൾ അമ്മയുടെ ചെലവിലാണ് കഴിഞ്ഞുകൂടി വരുന്നത്. അയാളെക്കാളും അലമ്പനായിട്ടുള്ള ഒരു സുഹൃത്ത്, മൽഘോഷ് എന്നു പേരുള്ള ഒരു സുഹൃത്തുമുണ്ട്. ആ സുഹൃത്തിൻ്റെ കൂടെ ചേർന്ന് ഇയാൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരികയും ഇയാൾ ഗൾഫിലേക്ക് നാടുവിടേണ്ടി വരികയും ചെയ്യുകയാണ്. അവിടെ വെച്ച് ഇയാൾക്ക് ഒരു മരുഭൂമിയിൽ ജോലി ചെയ്യേണ്ടി വരികയാണ്. അവിടെ ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നത് ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ ആ പാകിസ്ഥാനിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി, അയാളുടെ ഭീഷണിക്ക് വഴങ്ങി അയാൾക്ക് അവിടെ പണിയെടുക്കേണ്ടി വരികയാണ്. അങ്ങനെ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ നായകൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികളെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കണ്ടിരുന്ന നായകൻ സാഹചര്യവശാൽ ഒരു പാകിസ്ഥാനിയുടെ കീഴിൽ പണിയെടുക്കേണ്ടി വരികയും അത് വളരെ സംഘർഷഭരിതമായുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പിന്നെ പതുക്കെ അവർക്കിടയിൽ ഒരു സൗഹൃദാന്തരീക്ഷം ഉണ്ടായി വരികയും അത് വളരെ ഗാഠമായിട്ടുള്ളൊരു ആത്മബന്ധമായിട്ട് വളരുകയും ചെയ്യുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ ആ പാകിസ്ഥാനിയുടെ ഒരു കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് പിന്നീട് അയാളുടെ ജീവിത ലക്ഷ്യം നമ്മുടെ നായകൻ്റെ കൂടി ഒരു ലക്ഷ്യമായി മാറുകയും അയാൾ പിന്നെ എത്രത്തോളം ആ ഒരു ഉദ്യമത്തിൽ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ആകെത്തുക എന്ന് പറയാം. ഈ സിനിമയെ മൊത്തത്തിലൊരു സ്ട്രക്ചർ എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂറോളം നമുക്ക് നമ്മുടെ മലയാളത്തിലുണ്ടായ പല രാഷ്ട്രീയ സിനിമകൾ ഓർമ്മ വരും. നമ്മുടെ സന്ദേശം, പഞ്ചവടിപ്പാലം, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, നയം വ്യക്തമാക്കുന്ന പോലുള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും രസകരമായ പാർട്ടും അതുതന്നെയാണ്. ഹീറോയെയും അവൻ്റെ കൂട്ടുകാരെയും അവൻ്റെ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന, ആ നാട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ആ ഒരു 45 മിനിറ്റ്സ് ആണ് ഈ സിനിമയുടെ ഏറ്റവും രസകരമായ പാട്ടെന്ന് പറയാം. നല്ല രീതിയിൽ കോമിക്സ് ഒക്കെ വളരെ ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാവുന്ന സന്ദർഭങ്ങളൊക്കെ ഈ 45 മിനിറ്റ്സിൽ വരുന്നുണ്ട്. 45 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്ന് പറയാവുന്ന ഗുരു എന്ന സിനിമ, നമ്മുടെ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയുടെ ആ സിനിമയിലൊരു വർഗീയ കലാപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ കലാപം ഉണ്ടാകുന്ന ആ സാഹചര്യത്തിനെ ഓർമ്മപ്പെടുത്തുന്ന വിധം, അതേ രംഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കലാപ സാഹചര്യം നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. സിമിലർ ആ ഒരു പ്ലോട്ടും സംഗതികളൊക്കെ സെയിമാണ്. അതേപോലെ ചെറിയ കുട്ടികൾ നിഷ്കളങ്കമായി ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു വലിയ വർഗീയ കലാപം ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഗുരു എന്ന സിനിമ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമ വീണ്ടും മാറുകയാണ്. നായകന് ഈ പ്രശ്നത്തിനെ തുടർന്ന് നാട് വിടേണ്ടി വരികയാണ്. അതായത് ഗൾഫിൽ പോയി പണിയെടുക്കുന്നവരൊക്കെ കാട്ടറബികളുടെ അടിമകളായിട്ട് പറഞ്ഞു നടന്നിരുന്ന നായകന് ഒരു സാഹചര്യത്തിൽ അതേപോലെ ഗൾഫിലേക്ക് പോയിട്ട് പണിയെടുക്കേണ്ടി വരികയാണ്. ഈ സാഹചര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അറബിക്കഥ എന്ന സിനിമയാണ്. അങ്ങനെ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു മണിക്കൂറോളം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ആടുജീവിതം എന്ന സിനിമയാണ്. പ്രത്യേകിച്ച് നായകൻ ഒരു മരുഭൂമിയിൽ പോയിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു. എയർപോർട്ടിൽ നിന്ന് ഒരാൾ അയാളെ സ്വീകരിച്ച് ഒരു ടെമ്പോ പോലത്തെ ഒരു വണ്ടിയിൽ അയാളെ കയറ്റി കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി ഇറക്കുന്നു. അയാൾ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ പോലും ഒരു അജാനുബാഹുവായിട്ടൊരു പാകിസ്ഥാനിയുടെ കീഴിൽ അയാളുടെ ആജ്ഞകൾക്കനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരികയാണ്. ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് നമ്മുടെ വിനോദയാത്ര എന്ന സിനിമ, നമ്മുടെ ദിലീപ് അഭിനയിച്ച് സത്യന്തിക്കാട് സംവിധാനം ചെയ്ത വിനോദയാത്ര എന്ന സിനിമയാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പിന്നെ വരിക. കാരണം അലസനായ രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്ന ഒരു നായകൻ, അയാൾ ഒരു പണിയെടുക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു കാർക്കശക്കാരനായിട്ടുള്ള ഒരു യജമാനൻ്റെ കീഴിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിലെത്തുമ്പോൾ അയാളുടെ സ്വഭാവം മാറുന്നു. അയാളും അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിനോദയാത്ര എന്ന സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമയുടെ ട്രാക്ക് കുറച്ചും കൂടി സീരിയസ് ലെവലിലോട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജ്രംഗി ഭായ്ജാൻ, നമ്മുടെ സൽമാൻ ഖാൻ അഭിനയിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഹിന്ദി ഫിലിം, വൺ ഓഫ് ദ ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു ആ കാലത്തിൽ. ഒരുപാട് സിനിമകളുടെ ഒരു കൊളാഷ് പോലെ തോന്നുന്ന മൊത്തത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത്. പുതിയതായിട്ടൊന്നുമില്ല, നമുക്ക് പുതിയതെന്ന് പറയാവുന്ന ഒരു ഇന്നോവേഷൻ ഒന്നും നമുക്ക് ഈ സിനിമയിൽ എവിടെയും കാണാൻ കഴിയില്ല. അതേസമയം ഈ സിനിമയുടെ പ്രധാനപ്പെട്ട വേറെ ചില പ്ലസ് പോയിന്റുകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയേറിയ ഡയലോഗുകൾ. ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ മലയാള സിനിമയിലൊന്നും അത്ര കണ്ടു പരിചയമില്ലാത്ത, എന്നാൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പൊളിറ്റിക്കൽ ഡയലോഗ്സ് ഉള്ളത് ഈ സിനിമയിലാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ സിനിമയിലെ മുത്തപ്പൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മരുന്നാണ്,
അമൃതും നല്ലതാണ്, പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വിഷമാണ്. അതുപോലെ മതവും രാഷ്ട്രീയവും രണ്ടും അതിൻ്റെതായ രീതിയിൽ നല്ലതാണ്, പക്ഷേ ഈ രണ്ടും കൂടി കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് തന്നെ ഒരു വിഷമായി മാറും എന്ന് പറയുന്ന ഡയലോഗുണ്ട്. തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായിട്ടുള്ള ഡയലോഗാണ്. അതുപോലെ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പറയാൻ രാഷ്ട്രീയമില്ലെന്ന് കരുതി മതത്തിനെ കൂട്ടിക്കൊടുക്കരുതെന്ന് പറയുന്ന ഡയലോഗുണ്ട്. വളരെ നല്ല ഒരു മൂർച്ചയേറിയ ഒരു ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കയ്യടി കിട്ടിയ ഒരു ഡയലോഗായിരുന്നു, കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് ഇവിടെ ചെകുത്താന്മാരില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ ചെകുത്താന്മാരെ നിലക്ക് നിർത്താൻ അറിയാവുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അതൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള ഡയലോഗാണ്. അതുപോലെ ആ പാകിസ്ഥാനി പറയുന്ന ഡയലോഗുണ്ട്, അവർ എന്നോട് എൻ്റെ മക്കളുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ കയ്യിൽ പുസ്തകം വെച്ച് കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു രംഗം അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗമാണ്. അതുപോലെ പറയുന്ന വേറെ രംഗമുണ്ട്, സ്വർഗരാജ്യം ഇരിക്കുന്നത് ഐസിസിൻ്റെ അകത്തളങ്ങളിലല്ല, സ്വന്തം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ, ആ ഒരു ഡയലോഗുകളൊക്കെ വളരെ മൂർച്ചയേറിയ നമ്മുടെ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ തൂലികയിൽ പറഞ്ഞ ഏറ്റവും മികച്ച ഡയലോഗുകളായിട്ട് നമുക്കത് എടുത്തു പറയാവുന്ന ഡയലോഗുകളാണ്. അതുപോലെ തന്നെ സിനിമയിൽ വളരെ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു പാകിസ്ഥാനിയുടെ മുറിയിലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫോട്ടോ വെച്ച് ചുമരിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്ന രംഗം, പാകിസ്ഥാനി പെൺകുട്ടിയുടെ കയ്യിൽ നമ്മുടെ നായകൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ വെച്ച് കൊടുത്തിട്ട് നീ പഠിച്ച് വലിയ ആളാണെന്ന് പറയുന്ന രംഗമൊക്കെ നമുക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന രംഗങ്ങളാണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിവിൻ പോളി തന്നെയാണ്. തീർച്ചയായിട്ടും നിവിൻ പോളി എന്ന നടൻ്റെ ഒരു വലിയൊരു കംബാക്ക് മൂവി തന്നെയാണ് നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ. ഫുൾ ആൻഡ് ഫുൾ ആദ്യം മുതൽ അവസാനം വരെ പുള്ളി നിറഞ്ഞാടിയിരിക്കുകയാണ്. ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ പുള്ളി വളരെ എഫക്റ്റീവായിട്ട് നന്നായിട്ട് തൻ്റെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് തൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ പരമാവധി ആ ഒരു ക്യാരക്ടറിന് വേണ്ടി അർപ്പിച്ച് ഡെലിവർ ചെയ്ത് ആദ്യം അധ്യാന്തം സൂപ്പറായിട്ട് ഒരു നിവിൻ പോളി ഷോ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഈ തൻ്റെ റോള് ചെയ്തിട്ടുണ്ട്. ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഒരു പക്ഷേ നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റോളുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ച മൽഘോഷ് എന്ന് പറയുന്ന കഥാപാത്രം. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ്. എവിടെയും കയറി ഏഷണി ഉണ്ടാക്കുന്ന, ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു കഥാപാത്രമാണ്. മാത്രമല്ല അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ IT സെല്ലിൻ്റെ ഒരു പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അയാൾ ചെയ്യുന്ന കുറച്ച് ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അതിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്, സറഗേറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങൾ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരതിനെ വലിയ രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ച് കേരളത്തിനെ ഒരു ഭീകര സംസ്ഥാനമാക്കി മാറ്റുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ എന്താണോ സംഭവിക്കുന്നത് അത് ആ ഒരു ടോട്ടൽ ഇന്ത്യയിൽ നമ്മളെ ഒരു കേരള പെർസ്പെക്റ്റീവ് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ സിനിമ. വളരെ ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇടയ്ക്ക് കുറച്ച് ചില്ലറ കല്ലുകടികളൊക്കെ തോന്നും. ഞാൻ പറയുകയാണെങ്കിൽ ചില പ്രത്യേക പാർട്ടിക്കാർക്ക് ഈ സിനിമയെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, കാരണം അവരെ നന്നായിട്ട് കൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സിനിമയെ ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അതിനെ ഡീഗ്രേഡ് ചെയ്യാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടെ കാണുകയാണെങ്കിൽ, നമ്മളൊരു യഥാർത്ഥ ഒരു ഭാരതീയൻ, യഥാർത്ഥ ഒരു മലയാളി എന്നൊരു കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിൽ ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. നമ്മൾ മുമ്പ് പല സിനിമകൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്കത് ഇടയ്ക്കിടെ ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നല്ലൊരു തിരക്കഥയാണ് ഷാരിസ് മുഹമ്മദ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നമ്മുടെ ഡിജോ ജോസ് ആൻ്റണി വളരെ നീറ്റായിട്ട് തൻ്റെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ ലാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു തോന്നി. ചില സ്ഥലത്തുള്ള ക്ലീഷേ രംഗങ്ങൾ ഒന്ന് ഒഴിവാക്കാമായിരുന്നു തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാകിസ്ഥാനിയും ഇന്ത്യക്കാരും തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി കൊടുത്ത ഒരു അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് പോലുള്ള ഒരു ക്രിഞ്ച് രംഗങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. അവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാമായിരുന്നു. കൊറോണ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ, ലോക്ക്ഡൗണിനൊക്കെ നമുക്ക് സിനിമയിലേക്ക് അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മലാല യൂസഫ് സായിൻ്റെ ഒക്കെ ഒരു അധ്യായമൊക്കെ സിനിമയിലേക്ക് എടുത്ത് ചേർത്തിട്ടുണ്ട്. എനിവേ നമ്മളൊരു ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഈ സിനിമയുടെ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു മലയാളിക്കും ഈ സിനിമ കണ്ട് നാണം കെട്ട് ഇറങ്ങി പോരേണ്ടി വരില്ല എന്ന്, അല്ലെങ്കിൽ അപമാനിതരായിട്ട് പുറത്തിറങ്ങേണ്ടി വരില്ല എന്ന് ഒരു ഡയലോഗ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ കണ്ട് നമുക്ക് അപമാനിതരായിട്ട് തിയേറ്റർ വിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഇല്ല എന്ന് മാത്രമല്ല, അഭിമാനത്തോടു കൂടി ഞാനൊരു മലയാളിയാണ് എന്ന് പറയുന്ന ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ തിയേറ്റർ വിട്ട് ഇറങ്ങാവുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് പടങ്ങളുടെ ഒരു റീഹാഷ് പോലൊക്കെ പല സംഭവങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പോലും ടോട്ടാലിറ്റിയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു 2-2.5 മണിക്കൂർ വളരെ മീനിങ് ഫുള്ളായിട്ട് ഒരുപാട് കോണ്ടന്റ് തരുന്ന നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. നല്ല മൂവിയാണ്. എല്ലാവരും ഒരു വട്ടം പോയി കാണുക, കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.